മോഹനുണ്ടോ അവണി? ഇല്ല, ഹോസ്പിറ്റലിൽ പോയിട്ടേ വരുമെന്ന് തോന്നുന്നു. പ്രകാശം പിന്നെ അമ്മയുടെ അടുത്തായിരിക്കുമല്ലോ അല്ലേ? അതെ. 5 കുട്ടികളില്ലേ ഇവിടെ? ഇവിടെ വേറെ ആരുമില്ല, ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവനും ഉണ്ട്. ആവണി മാത്രം ഇവിടെ ഉള്ളെങ്കിൽ പിന്നെ അമ്പിളി ഇവിടെ കാണുമല്ലോ. നിങ്ങൾക്ക് ഈ നാക്കെടുത്ത് അനാവശ്യം മാത്രമേ പറയാനുള്ളൂ. ഞാൻ പറയുന്നത് അനാവശ്യം അല്ലേ? നിങ്ങൾ ഈ കാണിക്കുന്നത് അനാവശ്യമല്ല. നിങ്ങൾ ഇത് എന്തൊക്കെ തോന്നിയാസാണ് ഈ വിളിച്ചു പറയുന്നത്? ആവണി, മോഹനൻ തന്നോട് പറഞ്ഞിട്ടില്ലേ ഇവനിവിടെ വരുന്നത് ഇഷ്ടമല്ലെന്ന്? ഇവനുമായിട്ടുള്ള അടുപ്പം കൊണ്ടല്ലേ മോഹനും ആവണിയും തമ്മിൽ വഴക്കുണ്ടായത്. എന്നിട്ട് ആരുമില്ലാത്ത നേരത്ത് ഇവനെ വിളിച്ച് വീട്ടിൽ കയറ്റി വാദിഭാഗം വക്കീലായ ഞാൻ തന്നെ ദൃക്സാക്ഷിയായി നിൽക്കുമ്പോ ഉരുണ്ട് കളിക്കല്ലേ ആവണി. ഒന്നുമില്ല, വെറുതെ ഒരു തെളിവിന് വേണ്ടി. ഇത് കോടതിയിൽ ഉപകാരപ്പെടും. നിങ്ങൾ ആ അരുന്ധതി വക്കീലിനൊക്കെ ഇറക്കുമ്പോഴേ എനിക്ക് അവരുടെ കൂടെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? ഒരു ഫോട്ടോ എടുത്തു വെച്ചിട്ട് താൻ എന്ത് തെളിയിക്കാനാ? അത് ആവണിക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾ തമ്മിലൊരു അവിഹിത ബന്ധം ഞാനങ്ങ് ആരോപിക്കും. എന്നിട്ട് തെളിവിനായി ഈ ഫോട്ടോയും ഞാനങ്ങ് ഹാജരാക്കും. കോടതിയിൽ ജഡ്ജല്ലേ ഇരിക്കുന്നത്, അല്ലാതെ കണിയാണെന്നല്ലോ ഗണിച്ച് കണ്ടുപിടിക്കാൻ. അനിയ അമ്പിളി, ഒരു 10 കൊല്ലം മുന്നേ ആയിരുന്നെങ്കിൽ നിങ്ങളെ ഇതിനകത്ത് പൂട്ടിയിട്ട് നാട്ടുകാരെ മുഴുവൻ ഞാൻ വിളിച്ചു കൂട്ടിയാണ്. അത് പഴയ സ്റ്റൈൽ. ശാസ്ത്രം അങ്ങ് പുരോഗമിച്ചില്ലേ? മൊബൈൽ ടവറിൽ നിങ്ങളുടെ 2 പേരുടെയും സിഗ്നൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ പരിധിയിലെങ്കിൽ ഈ വീട്ടിലെ ആരുമില്ലാന്ന് എനിക്ക് കോടതിയിൽ ഈസി ആയിട്ട് തെളിയിക്കുന്നത്. അപ്പൊ എന്ത് പറയുന്നു അമ്പിളി? കണിയാന് മാത്രമല്ല ജഡ്ജിനും ഈസിയായി മനസ്സിലാവില്ലേ? കഷ്ടകാലം വണ്ടി വിളിച്ചു വരുവാണല്ലോ അവണി. ഇവരെന്താ വക്കീൽ ഇവിടെ? അതെന്താ മോന അങ്ങനെ ഒരു സംശയം? താൻ എന്ത് കാരണത്തിനാ തന്റെ അമ്മയുടെ അടുത്ത് നിൽക്കാതെ ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്? ആ കാരണമാണ് ഇപ്പൊ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല വക്കീലെ, എന്റെ സംശയം വെറുതെ ആവില്ല. ഇവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചപ്പോഴും ഇവിടെ ആരുമില്ല, ഇവര് മാത്രമേ ഉള്ളൂ എന്ന് എന്നോടും പറഞ്ഞത്. ഇവിടെ നിന്ന് ഞാൻ തൊട്ടുപോയത് അവനെ. ഞാനവർക്ക് മരുന്നും കൊണ്ട് വന്നതാ. നീയാണോട് അവളുടെ കെട്ടിയവൻ മരുന്നും ഉണ്ടാ കൊടുക്കാൻ? ആശുപത്രി രേഖകളൊക്കെ അങ്ങനെ തന്നെയാ, താനും കണ്ടല്ലേ. ഒരാണും പെണ്ണും ഒന്നിച്ചു തന്നാ നിങ്ങൾക്ക് ഈ ചിന്ത മാത്രമേ ഉള്ളൂ? അതേടി, അങ്ങനെ തന്നെ. ഇനി നീ പൊടി ചോട്ടിയാ ഒരിക്കും നിന്നെ ഞാൻ. നീ പറഞ്ഞില്ലേ പുറയിക്കട ഒന്ന് പാറക്കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കുന്ന എന്റെ ശീലമൊന്ന്? അതേടാ, എന്റെ ശീലം അതാ. കൊല്ലും നിന്നെ ഞാൻ. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല.
പാറക്കല്ലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയെന്നോ? അതെന്താടാ സംഭവം? അതൊന്നുമില്ല, നീ ആ വിഷയം വിട്. പറ്റില്ല, എനിക്കറിയണം. പറയടാ. എനിക്ക് മനസ്സിലായ പോലെ ഞാൻ കാണിച്ചില്ല. പക്ഷെ അന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാൾ എന്നാ എന്നെ കൊല്ലാൻ വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. Rega, rega,